എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭവമാണ്. നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രാത്രി ഭക്ഷണത്തിനോ ഒക്കെ കഴിക്കാൻ എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ തലേദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ പോലും ഈ ഒരു വിഭവം കേടുവന്ന് പോവില്ല, പെട്ടെന്നൊന്നും കേടുവന്ന് പോവില്ല. അപ്പം ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മാവ് അരയ്ക്കണതും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പം ഞാൻ അന്ന് ചെയ്ത വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഇന്ന് ഇതിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് പുട്ടുകുറ്റിയിലാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കണ്ടു നോക്കിക്കോളൂ. കണ്ടതിന് ശേഷം നിങ്ങൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ചാനൽ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും കണ്ടു നോക്കുക. അപ്പം ഞാൻ ഇന്നിതിവിടെ ചെയ്യാനായിട്ട് ഞാനൊരു വാഴയില ഇങ്ങനെ വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാവ് അരയ്ക്കണതൊക്കെ മുമ്പത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കിക്കോളൂ. ഞാൻ വാഴയില ഇതേപോലെ ഇങ്ങനെ നമുക്ക് റോൾ ചെയ്തെടുക്കണം കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം വാഴയില. പിന്നെ അതിന് ശേഷം നമുക്ക് വാഴനാര് വെച്ചിട്ട് രണ്ട് സൈഡും ഇതേപോലെ പിടിച്ച് കെട്ടണം. അപ്പോൾ എൻ്റെ അടുത്തിപ്പോൾ വാഴനാരില്ലാത്തത് കൊണ്ട് ഞാനിവിടെ നൂല് വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ സൈഡ് കെട്ടി കൊടുക്കുന്നത്. നമ്മുടെ ഈ റോള് നമ്മളിങ്ങനെ റോളായിട്ട് ചുറ്റിയെടുക്കുമല്ലോ, അതിങ്ങനെ അഴിഞ്ഞു പോകാൻ പാടില്ല. അഴിഞ്ഞു പോകാത്ത വിധത്തിൽ തന്നെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വാഴയില ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയതിന് ശേഷം മാത്രം വേണം ഇതിങ്ങനെ അറ്റം പിടിച്ച് കെട്ടാനായിട്ട്. ഇല്ലെങ്കിൽ ഇല കീറിപ്പോവും, അപ്പോൾ മാവ് ലീക്കാവും. അപ്പോൾ അത് ശരിയാവില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇല വാട്ടിയ ശേഷം ഇങ്ങനെ ഇതേപോലെ റോളാക്കി എടുക്കുക. അതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മാവ് നിറച്ച് മേളിൽ അറ്റം വരെ ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. ഒരു 3/4 ഭാഗം ആവുമ്പോൾ നിർത്തണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഇലയുടെ ഉള്ളിൽ മാവ് നിറച്ചൊഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം നമുക്കിത് മുകളിൽ പിടിച്ച് കെട്ടേണ്ടതാണ്. അപ്പോൾ മുകളിലത്തെ സൈഡിൽ കൂടി മാവൊന്നും ലീക്ക് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അതേപോലെ താഴെ നമ്മൾ കെട്ടി വെച്ചതുപോലെ തന്നെ മുകൾ ഭാഗവും കെട്ടി കൊടുക്കണം. അങ്ങനെ മുകൾ ഭാഗം കെട്ടി കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് മുകളിലായിട്ട് വെച്ചിട്ട് കെട്ടണം. മാവിൻ്റെ അവിടുന്ന് കുറച്ച് മുകളിലേക്ക് പിടിച്ചിട്ട് കെട്ടണം. ഇല്ലയെന്നുണ്ടെങ്കിൽ മാവിൻ്റെ തൊട്ട് മുകളിൽ വെച്ചിട്ട് പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറച്ച് ചെറുതായിട്ടൊന്ന് വീർക്കും. വെന്ത് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് വീർക്കും. അപ്പോൾ ഇലയൊക്കെ കീറി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് കുറച്ച് മാവ് എവിടെ വരെയാണോ ഒഴിച്ചു കൊടുത്തത് അതിന് കുറച്ച് മുകളിൽ വെച്ച് കെട്ടണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വാഴനാരുള്ളവർ വാഴനാര് തന്നെ എടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല, അത് കാരണമാണ് ഞാനിവിടെ നൂല് വെച്ചിട്ട് കെട്ടണം. ഇനി ഇത് നമുക്ക് പുട്ടുകുറ്റിയിൽ വെക്കാം. എന്നിട്ട് പുട്ട് വേവിക്കില്ലേ, പുട്ട് വേവിക്കുന്ന പോലെ തന്നെ വേവിക്കാം. ഞാനിവിടെ വേവിക്കാൻ എടുത്ത സമയം എന്ന് പറയണത് 20 മിനിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 20 മിനിറ്റിന് ശേഷം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തതിനേക്കാളും കുറച്ചും കൂടി സൈസ് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വീർത്ത് വരും. അപ്പോൾ അത് കാരണമാണ് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര ടൈറ്റായിട്ട് കെട്ടരുത് എന്ന് പറയണത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയായിട്ട് ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.